അല്ലാ യസ്ജുദൂ, അവർ സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ അവരോട് കൽപ്പിക്കുന്നത്. അങ്ങോട്ടാണ് ബന്ധം. അല്ലാ യസ്ജുദൂ, അവർ സുജൂദ് ചെയ്യാതിരിക്കാൻ ശൈത്താൻ അവർക്ക് എന്ത് ചെയ്തിരിക്കാണ്? ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ നേർമാർഗത്തിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ നേർവഴിയിലല്ല ഉള്ളത്. എന്താ കാരണം? ശൈത്താൻ അവരോട് കൽപ്പിക്കുന്നത് എന്താണ്? അല്ലാ യസ്ജുദൂ ലില്ലാ, അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാതിരിക്കാൻ. അള്ളാഹുവിന് സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ അവരോട് എന്ത് ചെയ്യുന്നത്? കൽപ്പിക്കുന്നതും ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ. ഇനി അതല്ലെങ്കിൽ വേറൊരു തഫ്സീർ അവിടെ ഉണ്ട്. അല്ലാ എന്നുള്ളതിന് ഹല്ലാ യസ്ജുദു, അവർക്ക് സുജൂദ് ചെയ്തുകൂടായിരുന്നോ എന്ന അർത്ഥവും വെക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം നമുക്കിത് പറയാം. അല്ലാ യസ്ജുദൂ ലില്ലാ, അള്ളാഹുവിന് അവർ സുജൂദ് ചെയ്യാതിരിക്കാൻ ശൈത്താൻ അവരെ സന്മാർഗത്തിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള അള്ളാഹു? വാസ്തവത്തിൽ സുജൂദ് ആർക്ക് മാത്രമാണ് ചെയ്യേണ്ടത്? അള്ളാഹുവിനാണ്. ആരാണ് അള്ളാഹു? അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു? യുഖ്രിജു, അവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അവൻ പുറപ്പെടുവിക്കുന്നു. യുഖ്രിജു എന്തിനെ? അൽ ഖബ് അ, അൽ ഖബ് അ, ഒളിഞ്ഞു കിടക്കുന്നതിനെ, മറഞ്ഞു കിടക്കുന്നതിനെ, മറച്ചു വെക്കപ്പെട്ടതിനെ എന്നൊക്കെ അർത്ഥം. ഖബ അ, ഒളിച്ചു വെച്ചു, മറച്ചു വെച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഖബ് മഖ്ബൂഇന്റെ അർത്ഥമാണ് ഒളിച്ചു വെക്കപ്പെട്ടത്. അപ്പൊ മറച്ചു വെക്കപ്പെട്ടതിനെ വെളിക്ക് കൊണ്ടുവരുന്നവനാണ് അള്ളാഹു. അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ, റബ്ബിന് മാത്രമേ അറിയുകയും ചെയ്യുള്ളൂ. എവിടെയൊക്കെ മറച്ചു വെക്കപ്പെട്ടത്? ഖബ് എന്താ അർത്ഥം? മറച്ചു വെക്കപ്പെട്ടത്. ഖബ്, അങ്ങനെ മറച്ചു വെക്കപ്പെട്ടതിനെ എന്ത് ചെയ്യുന്നു? അവൻ വെളിക്ക് കൊണ്ടുവരുന്നവനാണ്. ഒളിഞ്ഞു കിടക്കുന്നതിനെ അവൻ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യേണ്ടത്. ആ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാതെ സൂര്യന് സുജൂദ് ചെയ്യാനാണ് അവരെന്ത് ചെയ്യുന്നത്? മുതിർന്നിട്ടുള്ളത്. അതാണ് അവർക്ക് ശൈത്താൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക എന്നുള്ള അസ്സബീലിൽ നിന്ന് ശൈത്താൻ അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? തടഞ്ഞിരിക്കുകയാണ്. മാത്രല്ല അള്ളാഹുവിന്റെ പ്രത്യേകത എന്താണ്? അവൻ ഒളിഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. എവിടെ ഒളിഞ്ഞിരിക്കുന്നത്? ഫിസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ, ആകാശങ്ങളിലും ഭൂമികളിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് എന്തും പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് ആര്? അള്ളാഹു. അത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകത. വേറെ ലോകത്തൊരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് അള്ളാഹ് ഇവിടെ പറയൂല. റബ്ബിനെ മാത്രം സുജൂദ് ചെയ്യണം, റബ്ബിനെ മാത്രം ഇബാദത്ത് എടുക്കണം എന്ന് പറയുന്നിടത്ത് പറയുന്ന ഒരു കാരണങ്ങളും വേറെ ഒരാൾക്കും കിട്ടാത്തതേ പറയുള്ളൂ. നമ്മൾ ശരി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അള്ളാഹു അവനെ മാത്രമേ അവനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്ത് തെളിവായിട്ട് പറയുന്ന അവന്റെ ഏതെങ്കിലും ഒരു കഴിവ് വേറെ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഈ ലോകത്ത് ഒരിക്കലും എന്ത് ചെയ്യൂല? കൊടുക്കാത്തതേ പറയുള്ളൂ. ഇവിടെ പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാതിരിക്കാനാ ഈ ശൈത്താൻ കൽപ്പിക്കുന്നത്. ആരാണ് അള്ളാഹ്? അല്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ളത് മുഴുവനും എവിടെ എന്തൊളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. അങ്ങനെ വേറെ ആർക്കെങ്കിലും പറ്റുന്ന വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. കോഴിക്കോട്ടുകാരനായ CM മടവൂരിന് പറ്റും എന്നാണ് നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് മൂപ്പരിപ്പോൾ ലോകം കൺട്രോൾ ചെയ്യാണല്ലോ. മടവൂരിൽ കിടന്നിട്ട് മൂപ്പര് മൊത്തം ഫ്ലൈറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാണ്, എല്ലാം കൺട്രോൾ ചെയ്യാണ്. തീവണ്ടി കൺട്രോൾ ചെയ്യുന്നത് മൂപ്പരാണ്. 7 ആകാശവും 7 ഭൂമിയും മൊത്തം 16,000 18,000 ലോകം എന്നാണ് അറിയണത്. മൂപ്പര് കൺട്രോൾ ചെയ്യാണ്. മൂപ്പരങ്ങനെ കടന്ന് കൺട്രോൾ ചെയ്യാണ്. മൂപ്പരെങ്ങാനും ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താവുന്ന പറയണത്? ഇവിടെ ഫ്ലൈറ്റൊക്കെ കൂട്ടിമുട്ടി തകർന്നു പോകും, തീവണ്ടിയൊക്കെ ഇടിക്കുന്നതാണ്. ഇതൊക്കെ എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെപ്പോലെ മജ്ജിയും മാംസമുള്ള കൗമാണിത് വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇതൊന്നും ഒരു തമാശയല്ല. കേൾക്കാനും പറയാനൊക്കെ സുഖമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ അവരുടെ അവസ്ഥ. ഇങ്ങനെ ഒരു
തെറ്റായ അധമമായ വിശ്വാസം വെച്ചു പുലർത്താൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ടായി എന്ന് വരുമ്പോൾ എത്രത്തോളം നമ്മുടെ സമുദായം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കത് വെറുതെ കേട്ട് ചിരിക്കാനും രസിക്കാനും ഒന്നും ഉള്ളതല്ല. ഇത് ഈ ഉമ്മത്തിന്റെ കാര്യമോർത്ത് നമുക്ക് കരയാനുള്ളതാണ്. നമ്മളെ സമുദായത്തിലെ മെമ്പർമാരായി പറയുന്നത് കോഴിക്കോട്ടുകാരനായ ഒരു മടവൂരിലെ ജീവിച്ചൊരു മനുഷ്യൻ, അയാൾ ഇന്നും ലോകം മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കാനും അത് പറയാനും അത് എഴുതാനും അത് പ്രചരിപ്പിക്കാനും ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമ്മൾ അവർക്കെതിരെ എന്താ ചെയ്തത്? ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്കെതിരെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് ആ ബാധ്യത ഇല്ലേ? അത് പരലോകത്തെത്തുമ്പോൾ കാണാനുണ്ടോ ഇല്ലേ എന്ന്. ഇന്ന് നമ്മൾ പറയും, എനിക്ക് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ജോലി, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, ഡ്യൂട്ടി വിട്ടാ വീട്, വീട് വിട്ടാ ഡ്യൂട്ടി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം എന്തെന്നറിയോ? എത്ര ഗൗരവത്തിലാണ് നമ്മുടെ സമുദായം ചെന്നുപെട്ടിട്ടുള്ളത്. അത്രയും മോശമായ ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് തരം താഴ്ന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പോയി. ഇവിടെ ഒരു അറബിയോട് ഒരാൾ പറഞ്ഞൊരു സാധാരണ ഒരു സംഭവം പറയലുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഉടനെ ചോദിച്ചു, ഞാൻ ഇന്നത്തെ മജ്നൂൻ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പറഞ്ഞപ്പോൾ ചോദിക്കുക, ഇന്നത്തെ മജ്നൂൻ അത് പറയുന്ന അനക്ക് ഭ്രാന്താണോ? എന്നിട്ടും നമ്മളെ മുസ്ലിയാക്കന്മാര് വലിയ ആദരവോടുകൂടെ നമ്മൾ വലിയ നേതാക്കന്മാരാന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇത് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവരെ മാറ്റണം സുഹൃത്തുക്കളെ. നമ്മളെ കഴിവിന്റെ പരമാവധി, നമ്മുടെ ഊർജം, നമ്മുടെ ശബ്ദം, നമ്മുടെ ധനം, നമ്മുടെ സമയം ഒക്കെ ഇതൊക്കെ വിശ്വസിച്ച് അതാണ് സത്യം എന്ന് വിചാരിച്ച് നടക്കുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അവരിലേക്ക് മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അള്ളാന്റെ ഖുർആൻ പറയുന്നത് നോക്കൂ, ആകാശഭൂമികളിലുള്ളത് മുഴുവനും മറഞ്ഞു കിടക്കുന്നത് മുഴുവനും അറിയാനും അത് വെളിച്ചത്ത് കൊണ്ടുവരുവാനും കഴിവുള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹ് മാത്രമേ ഉള്ളൂ.